ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെയുള്ള ചെറിയ കാർട്ടൂണുകളും പീസുകളൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട നല്ല ഒന്നാം തരം ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. മുകളിലുള്ള ഈ പേപ്പർ കഷ്ണങ്ങൾ കീറി കളഞ്ഞതിന് ശേഷം നമുക്ക് വരാം. അത്യാവശ്യം നല്ല മൽപ്പിടുത്തം ചെയ്തിട്ടാണ് ഞാൻ ഈ സാധനം കീറി കളഞ്ഞത് കേട്ടോ. വീഡിയോയിൽ നമുക്ക് 4-ലിട്ട് ഓടിക്കുന്ന കാരണം കൊണ്ട് ഇത് സ്പീഡ് തോന്നുന്നത്. പ്രവൃത്തിയിൽ നമുക്ക് 4-ലിട്ട് ഓടില്ല, നമ്മൾ തന്നെ ഓടേണ്ടി വരും. പിന്നെ ഏകദേശം വീതിയിൽ ഇത് ഈ കാണുന്ന ഒരു നീളത്തിലും വീതിയിലും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിൽ ഞാൻ വിദഗ്ധയായതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു നീളവും വീതിയും തരുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള കാർട്ടൂണിൻ്റെ നീളവും വീതി അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. കാര്യം മുകളിലത്തെ പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പം കട്ട് ചെയ്യാനും വളയ്ക്കാനും തിരിക്കാനും ഒക്കെ എളുപ്പമായെങ്കിലും ഒട്ടിക്കുന്ന കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇത് പണി തന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള പശ കൊടുത്താൽ മാത്രമേ ഇത് ഒട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു റിബൺ എടുത്ത് നമ്മൾ റിബൺ കണക്കിന് ഒട്ടിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഇത്. അത് ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. വീഡിയോ നീളം കൂടി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിൽ റിബൺ കണക്കിന് 2 വാലും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതിനും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് തന്നെ പശ തേച്ച് കുറച്ച് നേരം നമ്മൾ നമ്മുടെ ശക്തി മുഴുവൻ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പശ ഒട്ടിപ്പിടിക്കുന്നുള്ളൂ. എനിവേ എന്തായാലും എൻ്റെ സർവ്വബുദ്ധിയും പശയുടെ ശക്തിയും എല്ലാം കൂടെ കാരണം കൊണ്ട് ഒട്ടിച്ചു. അവസാനം മനുഷ്യൻ ജയിച്ചു, ശാസ്ത്രം തോറ്റു എന്ന് പറയുന്ന പോലെ ഞാൻ തന്നെ ജയിച്ചു. ഇതിങ്ങനെ കുറച്ച് നേരം പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഒട്ടി. ഇനി നമുക്കിതിന് കളർ കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ നല്ലൊരു ഇടിവെട്ട് കളർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടിവെട്ട് കളർ പക്ഷേ കഴിയാറായി. എനിവേ എന്തായാലും ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്, എന്നാലും ഓക്കെയാണ്. ഇതിപ്പം കളറ് പെയിൻ്റ് അടിക്കുന്നത് ഫുള്ളും കാണിക്കുന്നില്ല, കാരണം ഇതൊക്കെ നൂല് പോലെയുള്ള ഒരു ബ്രഷാണ് എൻ്റെ കയ്യിലുള്ളത്. അത് വെച്ച് എൻ്റെ ക്ഷമയുടെ അങ്ങേ അറ്റം ഞാൻ പിടിച്ച് നിർത്തിയിട്ടാണ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തത്. വീഡിയോയിൽ ഞാൻ 4-ലിട്ട് ഓടിക്കുന്ന കാരണം ഫാസ്റ്റായിട്ട് കഴിഞ്ഞെങ്കിൽ അത്യാവശ്യം നല്ല സമയം എടുത്തു കേട്ടോ ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാൻ. കാരണം എൻ്റെ കയ്യിലുള്ള ബ്രഷ് എന്ന് പറയുന്നത് പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷാണ്. എനിവേ എനിക്ക് ഇത്രയധികം ക്ഷമയുണ്ടെന്ന് കാണിച്ചു തന്ന ഒരു ബ്രഷാണിത്. എനിവേ എൻ്റെ ക്യൂരിയോസിറ്റി കാരണം ഞാനത് മൈൻഡ് ചെയ്യാതെ തന്നെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അത് ഞാൻ അടച്ചെടുത്ത് വെച്ചു. പിന്നെ നോക്കിയപ്പോൾ കാർട്ടൂണിലുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ കയ്യിലാണ് പെയിൻറ്റ്. പിന്നെ ഒരു ഡബിൾ ടൈപ്പിൻ്റെ സ്റ്റിക്കറും വെച്ച് ഞാൻ എൻ്റെ വോളിൽ അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.